ഹലോ. ഇനി നമുക്ക് മനുഷ്യന്മാർക്ക് എല്ലാവർക്കും ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാ ലോകത്തും അങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മൾ മറ്റിടത്താണൊക്കെ ശരി, ഇവിടെയാണ് വിഷമങ്ങൾ. നമ്മളുടെ വിഷമങ്ങൾക്ക് നമുക്ക് മാത്രമുള്ള അപ്പുറത്തൊക്കെ എല്ലാവർക്കും നല്ലതാണ് എന്നാണ് നമ്മുടെ വിചാരം. ഞാൻ സാധാരണ ക്ലാസ്സിൽ പറയാറുള്ള ഒരു കഥയുണ്ട്. പണ്ടൊരാൾ ദൈവത്തെ വിളിച്ചിട്ട് ചോദിച്ചു, ദൈവമേ, എന്താ എനിക്ക് ഇത്രമാത്രം ഭാണ്ഡം തന്നത്? ഇത്രമാത്രം മോശമായ ഒരു ഭാണ്ഡാണല്ലോ എൻ്റെ ജീവിതത്തിൽ, മാറാപ്പാണല്ലോ എനിക്ക് തന്നത്. അപ്പോൾ ദൈവം പറഞ്ഞു, അല്ലല്ലോ, ഞാൻ നിനക്ക് വളരെ നല്ല ഭാണ്ഡാണല്ലോ, നിനക്ക് യോജിച്ചതാണല്ലോ ഞാൻ തന്നത്. അല്ല, എൻ്റെ ചുറ്റുഭാഗത്തും ജീവിക്കുന്ന ആളുകൾക്ക് ഒക്കെ വളരെ സന്തോഷം, അവരുടെ ഭാണ്ഡം വളരെ നല്ലതാണ്, അവർക്ക് കൊടുത്ത ഭാണ്ഡത്തിലെല്ലാം നല്ലതാണ്. ഞാൻ അങ്ങ് എത്രമാത്രം ഹൃദയത്തിൽ തട്ടി പ്രാർത്ഥിച്ചിട്ട് എന്നോട് അങ്ങ് അതൊന്നും എനിക്ക് കൂടുതലായിട്ട് തന്നില്ലല്ലോ. അല്ല സഹോദര, നിനക്ക് എല്ലാം നല്ലത് തന്നെ തന്നത്, നിനക്ക് ലഭിക്കേണ്ടതിനനുസരിച്ച് നിനക്ക് തന്നിട്ടുണ്ട്. അല്ല, എൻ്റെ ചുറ്റുഭാഗത്തുള്ള ആളുകളൊക്കെ വളരെ സന്തോഷകരമായിട്ടാണ് ജീവിക്കുന്നത്, എനിക്ക് മാത്രമാണ് ഈ മാറാപ്പ് മോശമായി പോയത്. അപ്പോൾ ദൈവം പറഞ്ഞു, നിനക്കെന്താ അത്ര സങ്കടമാണെങ്കിൽ ഇതേപോലെ തന്നെയാണ് നിൻ്റെ അയൽവാസികൾ എന്നോട് പറഞ്ഞത്. അപ്പോൾ എന്താണ്? അല്ല, അത് അവർ വെറുതെ പറഞ്ഞതാവുള്ളൂ. എന്നൊരു കാര്യം ചെയ്യാം, നമുക്ക് ഈ അടുത്ത വെള്ളിയാഴ്ച നമുക്ക് ദേവാലയത്തിലേക്ക് നിൻ്റെ മാറാപ്പ് നീ എടുത്തു പോരെ. അപ്പോൾ ഞാൻ മറ്റുള്ളവരോടും അത് എടുക്കാൻ പറയാം. ഞാൻ ദൈവമാണല്ലോ, അപ്പോൾ ഈശ്വരനാണല്ലോ, ഞാൻ പറഞ്ഞവരനുസരിക്കും. ഇറ്റ്സ് ഓൾ റൈറ്റ്, നത്തിങ് ടു വറി. ഞാൻ അയാളോട് പറയും, നീ മാറാപ്പെടുത്തിട്ട് വെള്ളിയാഴ്ച കാലത്ത് പോയോ, ദേവാലയത്തിൽ പോയോ. അപ്പോൾ മറ്റുള്ളവരും ഞാൻ പറഞ്ഞ നിർദ്ദേശപ്രകാരം അവരെയും മാറാപ്പ് കൊണ്ടുവരും. അദ്ദേഹം കാലത്ത് ദൈവം വളരെ സന്തോഷവാനായ അയാൾ. അദ്ദേഹത്തിന് എൻ്റെ മാറാപ്പ് വെച്ച് മാറ്റാം, അപ്പുറത്തെ ഏത് വീട്ടിൽ നിന്നാണ് നല്ല മാറാപ്പ് എന്ന് നോക്കിയെടുക്കാം. ഏറ്റവും സന്തോഷകരമായിട്ടും ഏറ്റവും സമ്പന്നമായിട്ടൊക്കെ ജീവിക്കണ മാറാപ്പ് നോക്കി നമുക്ക് എടുക്കാം, എന്നിട്ട് മാറ്റി അത് അവർക്ക് കൊടുക്കാം. ദൈവമല്ലേ പറയുന്നത്, അവരനുസരിക്കാതിരിക്കില്ലല്ലോ. അങ്ങനെ അദ്ദേഹം വെള്ളിയാഴ്ച കാലത്ത് ഭാണ്ഡവുമായിട്ട് ഇറങ്ങുമ്പോൾ എല്ലാ വീടുകളിൽ നിന്നും വാതിൽ തുറക്കപ്പെട്ടു. അവരൊക്കെ അവരവരുടേതായ ഭാണ്ഡങ്ങൾ ചുമന്നിട്ട് വരികയാണ്. അദ്ദേഹത്തിന് നോക്കിയപ്പോൾ എല്ലാത്തിലും വലിയ വലിയ ഭാണ്ഡങ്ങളാണുള്ളത്, മാറാപ്പാണുള്ളത്. എന്ത് മാറാപ്പൊക്കെയാണ് ഇതിലുള്ളത്? ആൾക്ക് ഡൗട്ടായി. ഒന്ന് തിരിഞ്ഞ് അദ്ദേഹത്തിൻ്റെ മാറാപ്പിലേക്ക്, തോളത്തിട്ടുള്ള മാറാപ്പിലേക്ക് നോക്കുമ്പോൾ ഇത് അത്ര കനല്ലല്ലോ, പക്ഷെ മറ്റുള്ളവരൊക്കെ കൊണ്ടുവരുന്നതൊക്കെ വലിയ വലിയ കനമുള്ള മാറാപ്പാണല്ലോ. എന്താണ് അങ്ങനെ സംഭവിക്കുന്നത്? ഓക്കെ, പക്ഷേ അതിൽ വളരെ നല്ലതൊക്കെ ഉണ്ടാവും. അങ്ങനെ ഈ ദേവാലയത്തിൻ്റെ ഗ്രൗണ്ടിൽ എല്ലാവരോടും ഇത് അവിടെ വെക്കാനായിട്ട് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ദൈവം അരുളി ചെയ്തു, ഞാനൊരു 10 മിനിറ്റ് നേരം നിങ്ങൾക്ക് അനുവദിക്കുന്നു, നിങ്ങളൊന്ന് പ്രാർത്ഥിച്ച് നിൽക്കുക. എന്നിട്ട് ഞാനൊരു വിസിലടിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മാറാപ്പുകൾ എടുക്കുക, ഓടിച്ചെന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ളത് എടുത്തോളാൻ പറയും. നിങ്ങൾക്ക് താല്പര്യം തോന്നുന്ന മാറാപ്പുകൾ വെച്ച് കൈമാറ്റം ചെയ്യാനായിട്ട് പറയും. എല്ലാവരും വളരെ സന്തോഷവാന്മാരെ ഓരോ മാറാപ്പുകൾ നോക്കി വെച്ചു. ഈ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഇടയിൽ ഇവർ ചിന്തിച്ചത് എന്താണെന്നറിയോ? ദൈവമേ, എൻ്റെ മാറാപ്പിൻ്റെ ഉള്ളിൽ എന്താണെന്ന് അറ്റ്ലീസ്റ്റ് എനിക്കറിയാം. മറിച്ച് ആ മറ്റുള്ളവരുടെ മാറാപ്പിൻ്റെ ഉള്ളിൽ എന്ത് മാറാപ്പുള്ളതെന്ന് എനിക്കറിയില്ലല്ലോ. ദൈവം വിസിലടിച്ചു, ഉടനെ എല്ലാവരും എന്താ ചെയ്തത്? എന്തായിരിക്കും ചെയ്യുക? ചാടി അവരുടെ തന്നെ മാറാപ്പെടുത്തു. ദൈവമേ, തൊലിവാല്, അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ മാറാപ്പുകളാണുള്ളത്. അതുകൊണ്ട് ഈ മാറാപ്പ് എല്ലാവർക്കും ഉണ്ട്. എല്ലാവർക്കും ഓരോ വിധത്തിലുള്ള വിഷമങ്ങളുണ്ട്, സങ്കടങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, വിഷമങ്ങളുണ്ട്. അപ്പം നമുക്ക് ഈ വിഷമങ്ങളൊക്കെ മാറ്റാനായിട്ട് എപ്പോഴും ഓരോ തരത്തിലുള്ള സങ്കടങ്ങൾ, നെഗറ്റീവായിട്ടുള്ള തോട്ട്സ്, അതുപോലെ തന്നെ സങ്കടകരമായ വിഷാദങ്ങൾ ഉണ്ടാക്കുക, ആങ്സൈറ്റി ഉണ്ടാക്കുക, ഇറിറ്റബിലിറ്റി ഉണ്ടാക്കുക, ഭയങ്ങൾ ഉണ്ടാക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഇമോഷനായിട്ട്, നെഗറ്റീവ് ഇമോഷനായിട്ടാണ് നിലനിൽക്കുന്നത്. അതിൻ്റെ കാരണക്കാരനായിട്ട് നിൽക്കുന്നത്, അതിനെ ഹാൻഡിൽ ചെയ്യുന്ന നമ്മുടെ വൈറ്റൽ എനർജി സെൻ്ററാണ് സോളാർ പ്ലെക്സസ്. ഹാർട്ടിൻ്റെ താഴെ നിൽക്കുന്ന സോളാർ പ്ലെക്സസ്, അത് ഇമോഷണൽ ചക്ര എന്നാണ് അറിയപ്പെടുക. അവിടെയാണ് നമുക്ക് ധൈര്യം തരുന്നതും നമുക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള ശക്തിയൊക്കെ തരുന്നത്. പക്ഷെ മറിച്ച് അവിടെ തന്നെയാണ് അതിൻ്റെ നെഗറ്റീവ് ക്വാളിറ്റീസ് ഉള്ളത്. എല്ലാം ചീത്തയായിട്ടുള്ള വികാരങ്ങളും അവിടെ നിന്നാണ് ഉയരുക. അവിടെയാണ് ആ ഡിസയർ ഉണ്ടാക്കുക.
തെറ്റായിട്ടുള്ള പ്രവണതകൾ ഉണ്ടാക്കുക, അപ്പോൾ നമ്മുടെ സങ്കടങ്ങൾ ഉണ്ടാക്കുക. അപ്പോൾ അതിനൊക്കെ നമുക്ക് ഇറാഡിക്കേറ്റ് ചെയ്ത് കളയാനായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് നമ്മൾ കണ്ണടച്ചിരിക്കുക, നാവ് മുകളിലേക്ക് മുട്ടിക്കുക, എന്നിട്ട് സോളാർ പ്ലെക്സസിനെ ഒന്ന് ടാപ്പ് ചെയ്യുക, അല്ലെങ്കിൽ അവിടേക്ക് ശ്രദ്ധിക്കുക. അതിൽ കൂടെ ഈ കോസ്മിക് എനർജി, കോസ്മിക് പ്രാണനിൽ നിന്നും, പ്രാണോർജത്തിൽ എല്ലാ നിറങ്ങളുണ്ടെന്നറിയാമല്ലോ നമുക്ക്, വെളുത്ത നിറമാണ്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ബ്ലൂവും ഗ്രീനും കൂടി മിക്സ് ചെയ്തിട്ട് ലൈറ്റ് ബ്ലൂ ആൻഡ് ലൈറ്റ് ഗ്രീൻ മിക്സ് ചെയ്യുക. നമ്മുടെ സങ്കല്പത്തിൽ ബ്ലൂവും ഗ്രീനും കൂടി മിക്സ് ചെയ്ത് ബ്ലൂയിഷ് ഗ്രീൻ നിറം ഏകദേശം സങ്കല്പിക്കുക, അല്ലെങ്കിൽ മനസ്സിൽ പറയാം ബ്ലൂയിഷ് ഗ്രീൻ, പെയിൽ ബ്ലൂയിഷ് ഗ്രീൻ, ഇളം നീല പച്ച നിറം എന്ന് സങ്കല്പിച്ച് അത് ഈ സോളാർ പ്ലെക്സസിലേക്ക് ആവാഹിക്കുക. അപ്പോൾ എന്ത് ചെയ്യണം? ഇൻഹെയിൽ ചെയ്യുമ്പോൾ അത് സോളാർ പ്ലെക്സസിലേക്ക് നീല നിറവും പച്ച നിറവും അത് കടന്നു വരും, ഇളം നീല നിറവും പച്ച നിറവും അത് കടന്നു വരും ഇൻഹെയിൽ. ദെൻ എക്സ്ഹെയിൽ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ അടിഞ്ഞു കൂടി കിടക്കുന്ന ഈ മനപ്രയാസങ്ങൾ, എന്തൊക്കെ തരത്തിലുള്ള മനപ്രയാസങ്ങളും അസ്വസ്ഥതയും അനാവശ്യമായിട്ടുള്ള ഭയവും അനാവശ്യമായിട്ടുള്ള ചിന്തകൾ, അതായത് ഇറിറ്റബിലിറ്റി, ദേഷ്യം വരല്, അതുപോലെ തന്നെ നെഗറ്റീവായിട്ടുള്ള എല്ലാ ഇമോഷൻസിനെയും നമുക്ക് ആവശ്യമില്ലാതെ നമ്മുടെ ഉള്ളിലുണ്ട് എന്ന് തോന്നുന്ന എല്ലാതിനെയും എന്ന് പറയല്ല വേണ്ടത്, നമ്മുടെ ഉള്ളിൽ ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്യാരക്ടർ വീക്ക്നെസ്സസ് ആണ് ഉള്ളതെന്ന് നമ്മൾ സ്വയം തിരിച്ചറിഞ്ഞിട്ട് അതിനെ പ്രത്യേകം പേര് വിളിച്ചിട്ട് അതിനെ കൊണ്ട് ഡിസൻറ്റിഗ്രേറ്റ് ചെയ്യിക്കണം. ഈ ബ്ലൂ പ്രാണനും ഈ ഗ്രീൻ പ്രാണനും ഇളം നീല നിറത്തിലും ഇളം പച്ച നിറത്തിലും ആക്കിയ ഈ നിറത്തിന് അത്ഭുതകരമായ ശേഷിയുണ്ട്. ഇതൊക്കെ ഇറാഡിക്കേറ്റ് ചെയ്ത് കളയാനായിട്ട്, ഡിലീറ്റ് ചെയ്ത് കളയാനുള്ള ഒരു പ്രത്യേക സവിശേഷമായ ശക്തിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇൻഹെയിൽ ടു ദ അബ്ഡോമൻ, മറക്കരുത്. ദെൻ ഹോൾഡ് 3 കൗണ്ട്, 3 വണ്ടിയാണവരോടെ നിർത്തുക. ദെൻ എക്സ്ഹെയിൽ ചെയ്യുന്ന സമയത്ത് അതിന് മുഴുവൻ അതിലുള്ള വൈകല്യമായിട്ട് നിൽക്കുന്ന എല്ലാ ഊർജ്ജങ്ങളെയും ഡിസൻറ്റിഗ്രേറ്റ് ചെയ്ത് വിഘടിപ്പിച്ച് കളയുക. അങ്ങനെ ഇതൊരു 7 times ആണ് ചെയ്യേണ്ടത്. ഇൻഹെയിൽ, ഹോൾഡ് 3 കൗണ്ട്, 3 seconds, 1 2 3, then exhale, reject all the dirtiness related with our solar plexus. അങ്ങനെ 7 times റിപ്പീറ്റ് ചെയ്യുക. എന്നിട്ട് അതേപോലെ തന്നെ ബ്ലൂ നിറവും ഗ്രീൻ നിറവും നേർമയേറിയ ഇളം നീലപ്രകാശവും ഇളം പച്ച നിറവും ശ്വാസമെടുക്കുമ്പോൾ നമ്മുടെ നെഞ്ചിൻ്റെ കുഴി ഭാഗത്ത് കൂടെ അപ്പോഴേക്കും നമ്മുടെ ഈ ചക്രയും ഓറയൊക്കെ ക്ലെൻസ് ആയിട്ടുണ്ടാവും. ചീത്തകളൊക്കെ നമ്മൾ ഗ്രീൻ ബ്ലൂവിനുള്ള പ്രത്യേക സവിശേഷമായ ശക്തികളുണ്ടെന്ന് നമുക്ക് കളർ എനർജിയെ കുറിച്ച് പഠിക്കുമ്പോൾ, കളർ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് പഠിക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കിയാൽ മതി, ഇളം കളറാക്കണം. അതിന് ഡിസിൻറ്റിഗ്രേറ്റിംഗ് പവർ ഉണ്ട്. അപ്പോൾ ബ്ലൂവും ഗ്രീനും എന്ന് അതിനെയൊക്കെ തമസ്കരിച്ച് പിന്നെ നമ്മൾ ശ്വാസം എടുക്കുകയാണ്. പിന്നെ ഒരു 7 തവണ ഇൻഹെയിൽ green and blue prana, it spread all over that particular area, solar plexus. ഒരു പുഞ്ചിരിയോടുകൂടി നാവ് മടക്കി വെച്ചുകൊണ്ട് നടു നിവർന്നിരുന്നുകൊണ്ട് ശിരസ് നേരെ പിടിച്ചുകൊണ്ട് ഇൻഹെയിൽ. ദെൻ ആ ബ്ലൂ കളറ്, നമ്മൾ നേരത്തെ ബ്ലൂവും ഗ്രീനും കൂടിയിട്ട് ചീത്തകളെ റെഡിക്കേറ്റ് ചെയ്ത് ഡിസൻറ്റിഗ്രേറ്റ് ചെയ്യാനാണ് ഉപയോഗിച്ചതെങ്കിൽ ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണ്? അവിടെ ബ്ലൂ പ്രാണനെയും ഗ്രീൻ പ്രാണനെയും നിറയ്ക്കുകയാണ് ആ സോളാർ പ്ലെക്സസിൽ. അവിടെ സമാശ്വാസത്തിൻ്റെയും ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ധൈര്യത്തിൻ്റെയും ഒക്കെ ശക്തി അവിടെ വന്ന് നിറയും. നിങ്ങൾ വളരെ ശാന്ത സ്വഭാവം ഉണ്ടാവും. നമ്മുടെ ചീത്തകൾ, ഒരുപാട് വൈകല്യങ്ങൾ, നെഗറ്റീവ് ക്വാളിറ്റീസൊക്കെ നമ്മുടെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ നമുക്ക് റാഡിക്കേറ്റ് ചെയ്യാൻ പറ്റും. ആദ്യം 7 തവണ കൊണ്ട് ക്ലീനിങ് ചെയ്യണം സോളാർ പ്ലെക്സസിൽ നിന്ന്. ചീത്തകളെ ഗ്രീൻ പ്രാണനും ബ്ലൂ പ്രാണനും ഉപയോഗിച്ച് നശിപ്പിച്ചതിന് ശേഷം നല്ല ഗ്രീൻ പ്രാണനും വീണ്ടും ഗ്രീൻ പ്രാണനും ബ്ലൂ പ്രാണനും എടുത്ത് അവിടെ എനർജൈസ് ചെയ്യാണ്. ദെൻ ഒരു താങ്ക്സ് ഗിവിങ് പ്രയർ ചെയ്യുക. ഇത് ചെയ്യേണ്ടത് നിങ്ങൾ സൗത്ത് സൈഡിലേക്ക് തിരിഞ്ഞിട്ട് ചെയ്യുക. സൗത്ത് സൈഡ് അല്ലെങ്കിൽ വെസ്റ്റ് സൈഡ് ആയാലും കുഴപ്പമില്ല. വെസ്റ്റ് സൈഡ് ഓർ സൗത്ത് സൈഡ് തിരിഞ്ഞിരുന്ന് ചെയ്യുക. മറക്കണ്ട, സൗത്ത് സൈഡ് ഓർ വെസ്റ്റ് സൈഡ്.
തിരിഞ്ഞിരിക്കണം, നിവർന്നിരിക്കണം, നട്ടെല്ലാം നിവർന്നിരിക്കണം, നെക്ക് സ്ട്രെയിറ്റ് ആയിട്ടിരിക്കണം, നാവ് മടക്കി വെക്കണം മുകളിൽ, ദെൻ കണ്ണടച്ചിരിക്കണം. ഇതൊരു 7+7 ടൈംസ് ചെയ്യുക. എന്നിട്ടൊരു താങ്ക്സ് ഗിവിങ് പറയുക. കാരണം ഈ കോസ്മിക് എനർജി എടുത്തിട്ടല്ലേ നമ്മളിതൊക്കെ ചെയ്യണത്. അപ്പോൾ ആ ബീയിങ്ങുകൾ, അത് നമുക്ക് തരുന്ന, നമ്മളിലേക്ക് വരുന്ന ആ എനർജി ബീയിങ്ങുകൾ, കളർ എനർജി ബീയിങ്ങുകൾ നമ്മളെ സഹായിച്ചുവല്ലോ, അവരോട് നമുക്ക് നന്ദി പറയണ്ടേ, ഗ്രാറ്റിറ്റ്യൂഡ് വേണ്ടേ. ഇനി ഇതിനൊക്കെ സഹായിക്കുന്ന സർവേശ്വരനോടും ഇതൊക്കെ പറഞ്ഞ് ലോകത്തിന് സംഭാവന ചെയ്ത ഗുരുക്കന്മാരോടും ഒക്കെ നന്ദി പറയേണ്ടതുണ്ട്. ദെൻ പ്ലീസ് ഡു ഇറ്റ് എവറി ഡേ ആൻഡ് എൻജോയ് യുവർ ലൈഫ്. താങ്ക് യു വെരി മച്ച്. രഞ്ജിത്ത്, നമസ്തേ.